അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഹയാത്ത്, ഹയാ അക്ഷരങ്ങളിൽ മാത്രമല്ല അർത്ഥങ്ങളിലും തമ്മിൽ ബന്ധമുള്ള പദങ്ങളാണിവ. ശരീരത്തിൻ്റെ ജീവന് ഹയാത്ത് എന്ന് പറയുമെങ്കിൽ ഹൃദയത്തിൻ്റെ ജീവനായ ലജ്ജക്ക് പറയുന്നതാണ് ഹയാ എന്നുള്ളത്. ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ അയക്കപ്പെട്ടത് ഏറ്റവും ഉന്നതമായ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് എന്ന് ചൊല്ലിത്തന്ന റസൂൽ അതിലൊന്നിനെ എടുത്തു പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. ഈമാനിൻ്റെ ഏറ്റവും ഉയർന്ന ശാഖയും ഏറ്റവും താഴ്ന്ന ശാഖയും ചൊല്ലിത്തന്ന റസൂൽ അതിനിടയിൽ ഹയാഇനെ എടുത്തു പറഞ്ഞതായി കാണാം. ഇന്നലി കുല്ലി ദീനിൻ ഖുലുഖ വ ഖുലുഖുൽ ഇസ്ലാമിൽ ഹയാ, എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്, ഇസ്ലാമിൻ്റെ സ്വഭാവമാണ് ഹയാ എന്ന് റസൂൽ വീണ്ടും പഠിപ്പിക്കുന്നു. ലജ്ജയുള്ളവരാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലാ വല്ലാഹി മാ ഫിൽ ഐശി ഖൈറുൻ വലദ്ദുനിയ ഇദാ ദഹബൽ ഹയാഉ.